ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൃഷാന്ത് ഡയറക്റ്റ് ചെയ്ത മസ്തിഷ്ക മരണം സൈമൺ മെമ്മറീസ് എന്ന മൂവിയെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. ഈ മൂവിയിൽ രജിഷ വിജയൻ, നീരാജ്, പിന്നെ നമ്മുടെ ദിവ്യ പ്രഭ, ജഗദീഷ്, അങ്ങനെ കുറേ ആക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. മൂവി നടക്കുന്നത് നമ്മുടെ 2046 2046 കൊച്ചിയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മൂവിയിൽ പറയുന്നത്. 2026 തന്നെ എന്തോരം സാങ്കേതിക വിദ്യകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അപ്പോൾ 2046 ആയാലും എന്തൊക്കെ നടക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ. അപ്പോൾ മൂവി അതാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഫൈ എക്സ്പെരിമെന്റൽ മൂവി ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു 10 മിനിറ്റ്സ് തുടങ്ങിയ ടൈമിൽ എനിക്ക് ഭയങ്കര ലാഗ് ആയിട്ട് തോന്നി. ഈ മൂവി എന്താ ഇങ്ങനെ എന്നുള്ളൊരു ഇത് വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല ഫസ്റ്റ് ഒരു 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ എന്നെ കുറച്ച് പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട് മൂവി ഓക്കെ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ലാത്ത മൂവിയാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകത്തില്ല മൂവി എന്താ പറയുന്നതെന്ന്. ഇത് നമ്മുടെ ഓരോരുത്തരുടെ മെമ്മറീസ് എടുത്തൊരു ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് മൂവി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടൊക്കെ പോകും. മേ ബി നടന്നിരിക്കാം, നമുക്ക് അറിയത്തില്ല. കൃഷാന്ത് ഡയറക്ടറിന്റെ ബ്രെയിനിൽ തോന്നിയ ബ്രില്യൻസ് ആണ് മൂവി കാണിക്കുന്നത്. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത് കുറച്ച് ക്രിഞ്ച് കോമഡീസ് ഉണ്ട്. ഈ ക്രിഞ്ച് കോമഡീസ് ഒന്നും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. എനിക്ക് എല്ലാവരും ഒരു കോമഡീസും എനിക്ക് ചിരിക്കാനുള്ള ഒരു വക ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ബാക്കി വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഈ മൂവി ഒരു ഓക്കെ മൂവിയാണ്. സൈഫൈ മൂവികൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മൂവി പോയി കാണുക.